എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കോട്ടയത്ത് ഇല്ലിക്കക്കല്ല്, ഇലവീഴ പൂഞ്ചിറയും കുമരകം അടക്കം വൺഡേ ടൂറിന് പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. എന്നാൽ ഇവിടെ എല്ലാം പോയി മടുത്തു. ഇനി ഫാമിലിയുമായിട്ടൊക്കെ പോകാൻ പുതിയൊരു ഔട്ടിംഗ് പ്ലേസ് വേണം എന്ന മൂഡിൽ നിൽക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു ഫാം ടൂറിസം ഡെസ്റ്റിനേഷനാണ് JS ഫാം എന്ന നീണ്ടൂർ പാർക്ക്. നീണ്ടൂർ പാർക്കിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീണ്ടൂർ പാർക്കിൽ കയറുന്നതിന് 50 രൂപയാണ് എൻട്രി ഫീ. രാവിലെ 8:30 മുതൽ വൈകിട്ട് 7 മണി വരെ ഇവിടെ പ്രവേശിക്കാൻ സാധിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 11 കിലോമീറ്റർ മാത്രമാണ് നീണ്ടൂർ പാർക്കിലേക്കുള്ള ദൂരം. നീണ്ടൂർ പള്ളിക്കടുത്തായിട്ടാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് നീണ്ടൂരിലേക്ക് എപ്പോഴും ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിൽ വേണമെങ്കിൽ ഇവിടെ എത്താവുന്നതാണ്. നീണ്ടൂർ ചർച്ച് ജംഗ്ഷനിൽ ഇറങ്ങി ഒരു 200 മീറ്റർ നടന്നാൽ ഫാമിലെത്താൻ സാധിക്കും. സ്വന്തം വണ്ടി വരുന്നവർക്ക് നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടും ഒക്കെ ഇവിടെ ഉണ്ട്. നീണ്ടൂരിലെ ചെമ്മാച്ചൽ കുടുംബത്തിലെ ജോയി ചെമ്മാച്ചലാണ് ഈ പാർക്കിന്റെ ഫൗണ്ടർ. പാർക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പച്ചപ്പ് നിറഞ്ഞ ആംബിയൻസിൽ വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ മോഡലുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെമ്മാച്ചൽ കുടുംബത്തിന്റെ വീടിനോട് ചേർന്ന ഭാഗമൊക്കെ ആണെങ്കിലും ഈ മോഡലുകളൊക്കെ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പാർക്കിന്റെ ഫീൽ നമുക്കിവിടെ കിട്ടും. കൊച്ചു കുട്ടികൾക്കായിട്ട് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഈ ഫാമിലുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത്ര വലിയ പാർക്കൊന്നുമല്ല, എന്നാലും കൊച്ചു കുട്ടികൾക്ക് ഇവിടെ കുറേ സമയം ഫണ്ണടിച്ച് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. കൊച്ചു കുട്ടികൾ കളിക്കുമ്പോൾ മുതിർന്നവർക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ചെറിയ ഇരിപ്പിടങ്ങൾ ഈ പാർക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ടോയ്ലറ്റ് ഈ ഫാമിൽ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ ഫാമിന്റെ ഒരു സൈഡിൽ റാബിറ്റിന്റെ ഒരു കൂടൊക്കെ ഉണ്ട്. ഈ കൂട്ടിൽ കൂടി നോക്കിയാൽ മുയലുകൾ തിമിർത്ത് വിളയാടുന്നതൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രാവുകളുടെയും ലവ് ബേർഡ്സിന്റെ ഒക്കെ കൂട് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും എല്ലാം ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ ഫാമിന്റെ പ്രത്യേകത ആയതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇവയെല്ലാം അടുത്ത് കാണാനും ആസ്വദിക്കാനും എല്ലാം സാധിക്കും. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിയും തെങ്ങും ജാതിയും പ്ലാവും എല്ലാം ഈ ഫാമിലുണ്ട്. ഓരോ കൃഷി രീതികളെക്കുറിച്ചും ഫാം ജീവനക്കാരോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ്. മാലിന്യം വലിച്ചെറിയരുതെന്ന ബോർഡൊക്കെ ഈ ഫാമിൽ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ടി നിരവധി ബോട്ടിൽ ബൂത്തുകൾ ഈ ഫാമിന്റെ അങ്ങിങ്ങായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമും പരിസരമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ ഫാമിന്റെ അകത്ത് തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റും കാണാൻ കഴിയും. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത വൃത്തിയുള്ള റെസ്റ്റോറൻ്റ് ഒക്കെ ആയിരുന്നെങ്കിലും ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒഴിച്ച് ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. നടന്നും അടുത്ത് വന്നു കഴിയുമ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ ഇവിടെ ബെസ്റ്റ് ആണെങ്കിലും വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇല്ലാത്ത പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. ഒന്നുമില്ലെങ്കിൽ ഒരു മീൻ കുട്ടിയുള്ള നാടൻ ഊണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ഫാമിലെ ചെറിയ കുളത്തിലൂടെ ബോട്ടിംഗ് ചെയ്യാനൊക്കെ സാധിക്കും. 2 പേർക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിങ്ങിന് പോകണമെന്ന് നിർദ്ദേശമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആരും ലൈഫ് ജാക്കറ്റ് ഒന്നും ഇട്ട് കണ്ടില്ല. ചെറിയ പടൽ ബോട്ട് ആയതുകൊണ്ടും ചെറിയ കുളമായതുകൊണ്ടും വലിയ പേടിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ടൊക്കെ വരുന്നവർക്ക് ബോട്ടിങ് നല്ല അറമാതിച്ച് ആസ്വദിക്കാവുന്നതാണ്. ഈ ബോട്ടിംഗ് പോയിന്റ് അടുത്ത് തന്നെ ചെറിയൊരു കാർഷിക മ്യൂസിയം ഒക്കെ ഉണ്ട്. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വിവിധ കാർഷിക രീതികൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളും ചെമ്മാച്ചേൽ കുടുംബത്തിന്റെ വിവിധ നാൾവഴികളും അവാർഡുകളും ഫോട്ടോകളും ഒക്കെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അലങ്കാരക്കോഴിയുടെയും കരിങ്കോഴിയുടെയും ടർക്കിയുടെയും ഗിനിക്കോഴിയുടെയും ഒക്കെ ഒരു സെഷനും ഫാമിൽ കാണാൻ കഴിയും. ഇതൊന്നും ഇതുവരെ കാണാത്ത കുട്ടികൾക്കൊക്കെ ഇതൊരു കൗതുക കാഴ്ച തന്നെയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫ്രീ ആയി വത്സരം താറാവുകളുടെ അടുത്തേക്കൊക്കെ പോയി അതിനെയൊക്കെ അടുത്ത് കാണാനുള്ള അവസരവും ഈ ഫാമിലുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട ഫിഷുകളെ വളർത്തുന്ന സെഷനും ഫാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെയും കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ചെടികളും തൈകളും ഒക്കെ അടങ്ങിയ ഒരു നഴ്സറിയും ഈ ഫാമിൽ തന്നെയുണ്ട്. ഇവിടെ നിന്നും ആവശ്യമായ തൈകൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാനും കഴിയും. ചെറിയൊരു കുളത്തിന്റെ നടുവിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് കൊണ്ട് പണിത കുതിരകളാണ് ഈ ഫാമിലെ വേറൊരു കിടിലൻ കാഴ്ച. 4 കളറുകളിലായിട്ട് പണിതിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കുതിരകളുടെ വ്യൂ ഈ ഫാമിന് ഒരു എലഗന്റ് ലുക്കൊക്കെ നൽകുന്നുണ്ട്. ഈ കുളത്തിന്റെ സൈഡിലും ചെറിയ കുതിരകളുടെ രൂപം കൊടുത്തിട്ടുണ്ട്. ഈ കുതിരകളുടെ കുളത്തിന്റെ അടുത്ത് തന്നെ എമുവിന്റെ ഒരു കൂടുണ്ട്. 3 എമു ഇതിന്റെ അകത്തുണ്ടായിരുന്നു. എമുവിനെ അടുത്ത് കാണാത്തവർക്ക് ഇത് നല്ലൊരു അനുഭവം തന്നെയാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ സുന്ദരമായ താമരപ്പാടമാണ് JS ഫാമിലെ വേറൊരു ഗംഭീരമായ കാഴ്ച. ഈ താമരപ്പാടം കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ JS ഫാമിൽ എത്തുമ്പോൾ ഒരിക്കലും മറക്കരുത്. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിന്. ഇതൊക്കെയാണ് നീണ്ടൂർ ഫാമിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. മൊത്തത്തിൽ പറഞ്ഞാൽ നെൽകൃഷിയും തെങ്ങ് കൃഷിയും ബേഡ് ഫാമിങ്ങും ഫിഷ് ഫാമിങ്ങും ഒക്കെ അടങ്ങിയ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പുതിയ ടൂറിസം സാധ്യതകളുമായി മെർജ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് JS ഫാം ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്.
കൊച്ചുകുട്ടികളെയും മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തിയ ഒരു ഫാമിലി ഔട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ പരിഗണിക്കാവുന്ന ഒരു സ്ഥലമായി എനിക്ക് നീണ്ടൂർ പാർക്കിനെ കുറിച്ച് തോന്നി. ചിൽഡ്രൻസ് പാർക്കും ബോട്ടിങ്ങും വിവിധ പക്ഷികളും ഒക്കെ കൊച്ചുകുട്ടികളെ ആകർഷിക്കുമ്പോൾ ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ മുതിർന്ന പൗരന്മാർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും നീണ്ടൂർ പാർക്കിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.